തീ പിടിച്ചവരിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. വിശുദ്ധനായ പൗലോസ് തിമോത്തിക്ക് ലേഖനം എഴുതിയപ്പോൾ ഇപ്രകാരം പറഞ്ഞു: നിന്റെ വലിയമ്മയായ യൗനിക്കയ്ക്കും അമ്മയായ ലൂയിസിനും ഉണ്ടായിരുന്ന വിശ്വാസം ഇപ്പോൾ നിനക്കുമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് തിമോത്തിക്ക് ലഭിച്ച വിശ്വാസം ഒരു ധ്യാനം കൂടി പെട്ടെന്ന് ഉണ്ടായ ഒരു വിശ്വാസമല്ല, മറിച്ച് തൻ്റെ കുടുംബത്തിൽ നിന്ന്, തൻ്റെ അമ്മയ്ക്കും വല്യമ്മയ്ക്കും ഒക്കെ പരമ്പരാഗതമായി അവരിൽ ഉണ്ടായിരുന്ന ആ വിശ്വാസം അവരിൽ നിന്ന് പകർന്നു കിട്ടിയാണ് തിമോത്തിയും ഒരു നല്ല വിശ്വാസിയായിട്ട് മാറിയത്. ഇതുപോലെ ഈ കാലഘട്ടത്തിൽ സ്വന്തം കുടുംബത്തിൽ നിന്ന്, അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും, തൻ്റെ വലിയമ്മയിൽ നിന്നും അവരുടെ വലിയമ്മയിൽ നിന്നും അവിടുന്നൊക്കെ പകർന്നു കിട്ടിയ ഒരു വിശ്വാസം കൈമുതലാക്കിയ ഒരു വ്യക്തി ഇന്ന് സഭയ്ക്ക് വേണ്ടി, കരിസ്മാറ്റിക് നവീകരണത്തിന് വേണ്ടി, തൻ്റെ സ്വന്തം ഇടവകയ്ക്ക് വേണ്ടി, സർവോപരി ദൈവജനത്തിനു വേണ്ടി തൻ്റെ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ച ബ്രദർ സെബാസ്റ്റ്യൻ താന്നിക്കൽ, കാഞ്ഞിരപ്പള്ളി രൂപതാംഗം, അദ്ദേഹമാണ് ഇന്ന് നമ്മളോട് തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് വരുന്നിരിക്കുന്നത്. ബ്രദറെ, സ്വാഗതം. സ്വാഗതം. അങ്ങ് ഈ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ മേഖലകളിൽ, കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ അതിൻ്റെ ഒരു സെക്രട്ടറി പദവിയിലൊക്കെ വന്നിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് പല മേഖലകളിലും അങ്ങ് നേതൃസ്ഥാനത്തേക്ക് വന്നു. അതെന്തൊക്കെ പദവികളായിരുന്നു എന്നുള്ളത് ഒന്ന് പറയാമോ? ഓക്കെ, സ്നേഹമുള്ളവർ, ഞാൻ പങ്കുവയ്ക്കുന്നത് പൂർണ്ണമായും ദൈവമഹത്വത്തിന് വേണ്ടി മാത്രമാവണം എന്നൊരാഗ്രഹത്തോടെയാണ് പങ്കുവയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് കേരളത്തിലെ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് എളിയ ശുശ്രൂഷ ചെയ്യാൻ ദൈവം എന്നെ അനുവദിച്ചു. അതിൻ്റെ ഒരു ആദ്യ സ്റ്റെപ്പ് എന്നവണ്ണം ശരിക്കും കേരള നവീകരണത്തിൽ അന്ന് KST എന്നാണ് വിളിക്കുന്നത്, കേരള സർവീസ് ടീം, അതിൻ്റെ ഒരു അംഗമാകാൻ ഒരു ടൈമിൽ സാധിച്ചു. തൊട്ടടുത്ത ടൈമിൽ ആ ഒരു സമിതിയുടെ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും അടുത്തൊരു ടൈമിൽ അതിൻ്റെ സെക്രട്ടറി ആകാനും, ഇതിൻ്റെ ഒരു അവസാന സ്റ്റേജിൽ KCCയുടെ ജോയിൻറ്റ് കോർഡിനേറ്ററായി ശുശ്രൂഷ ചെയ്യാനുള്ള അവസരം ദൈവം എനിക്ക് തന്നു. ഇപ്പോൾ ഈ നമ്മുടെ രൂപതയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങ് ഏതൊക്കെ മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത്? ഇപ്പോൾ രൂപതയുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു റിസോഴ്സ് പേഴ്സണായിട്ട് ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് ഒരവസരം ലഭിക്കുന്നുണ്ട്. പ്രീ മാരിയ കോഴ്സ്, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒരു റിസോഴ്സ് പേഴ്സണാണ്. ഒപ്പം ഒരു രൂപതയുടെ പാസ്റ്റർ കൗൺസിൽ മെമ്പറാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ശുശ്രൂഷ. ഇടവകയിൽ എന്തൊക്കെ ശുശ്രൂഷകളാണ് ചെയ്യുന്നത്? എൻ്റെ ഇടവക ചെങ്ങളം സെൻറ്റ് ആൻ്റണീസ് തീർത്ഥാടന കേന്ദ്രമാണ്. ഒരു 600 കുടുംബങ്ങളുള്ള ഒരിടവകയാണ്. അവിടെ എല്ലാ മേഖലയിലും സജീവമായി പ്രവർത്തിക്കാൻ ദൈവം എന്നെ അനുവദിക്കാറുണ്ട്. അത് കുടുംബ കൂട്ടായ്മ, സൺഡേ സ്കൂൾ, കഴിഞ്ഞ 27 വർഷമായിട്ട് സൺഡേ സ്കൂൾ അധ്യാപകനാണ്. മിഷൻ ലീഗിനെ വളരെ സജീവമാക്കാൻ, അതിൻ്റെ ഓർഗനൈസർ എന്ന വണ്ണം പ്രവർത്തിക്കാൻ പറ്റി. ഒപ്പം ഞാൻ നവീകരണത്തിൽ വന്ന അന്ന് തൊട്ട് ഇടവകയുടെ എല്ലാ തലങ്ങളിലും, KCSൽ, ഇടവകയിലെ സൺഡേ സ്കൂള്, അതുപോലെ ഇടവകയിലെ യുവജന സംഘടന, അങ്ങനെ എല്ലാ മേഖലയിലും എന്നെക്കൊണ്ടാവുന്ന പോലെ ഒരു നവീകരണത്തിൻ്റെ ചൈതന്യം വിതറാനായിട്ട് ദൈവനെ അനുവദിച്ചിട്ടുണ്ട്. അങ്ങ് ഈ നവീകരണത്തിൽ വന്ന കാലഘട്ടം എന്ന് പറഞ്ഞു, പക്ഷേ അപ്പോൾ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഭക്തസംഘടനകളിൽ, മിഷൻ ലീഗ് പോലെയുള്ള കൂട്ടായ്മകളിലൊക്കെ അങ്ങ് വളരെ സജീവമായിരുന്നു. അപ്പോൾ പിന്നെ ഈ ഇടയ്ക്ക് ഈ നവീകരണത്തിലേക്ക് വന്നു എന്ന് പറയുന്ന ആ സാഹചര്യം എങ്ങനെ ഉണ്ടായതാണ്? ശരിക്കും എൻ്റെ ഒരു ഇന്നലകളെ ചിന്തിക്കുമ്പോൾ ഒരു കരിസ്മാറ്റിക് കുടുംബത്തിൽ ജനിക്കാനും ജീവിക്കാനും ഭാഗ്യം ലഭിച്ചെന്നാണ് എൻ്റെ ഏറ്റവും വലിയ അഭിമാനകരമായ കാര്യമായിട്ട് തോന്നുന്നത്. എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ എൻ്റെ വല്യമ്മച്ചിയുടെ കൂടെ കുറേ നാൾ താമസിക്കാനിടയായി. വല്യമ്മച്ചി എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ്റെ അമ്മ. അമ്മ ഒരു 98-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. അമ്മയായിട്ടൊരു വലിയ ആത്മീയ ബന്ധം എനിക്കുണ്ടായി. ശരിക്കും എന്നെ പ്രാർത്ഥിക്കാൻ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ പഠിപ്പിച്ചതൊക്കെ വല്യമ്മച്ചിയാണ്. ധാരാളം പ്രാർത്ഥിക്കുമായിരുന്നു. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള പാടിയ പാട്ടൊക്കെ എൻ്റെ വല്യമ്മച്ചി എനിക്ക് പറഞ്ഞു തന്നൊക്കെ ഞാൻ ഓർക്കണം. അവനും അവൾക്കും വിശുദ്ധരാകാമെങ്കിൽ നിനക്കെന്തുകൊണ്ടത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞുനാളിൽ തന്നെ ഒരു വിശുദ്ധനാകണം, വിശുദ്ധിയിൽ വളരണം എന്നൊരു ചിന്തയൊക്കെ എൻ്റെ മനസ്സിൽ കടന്നു വരാനിടയായി. കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് വന്നപ്പോഴും എൻ്റെ ഒരു കാഴ്ചപ്പാടും അതായിരുന്നു. ആരാണൊരു കരിസ്മാറ്റിക്, ഒരു ജീവിക്കുന്ന വിശുദ്ധൻ എന്നൊരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ അങ്ങോട്ട് കടന്നു വരാൻ കാരണമായി. പിന്നെ ശരിക്കും എൻ്റെ വല്യച്ഛനും വല്യമ്മയും ശരിക്കും ഇടവകയോടും സഭയോടൊക്കെ വലിയ ബന്ധമുള്ള നല്ലൊരു പ്രാർത്ഥനാനുഭവത്തിൽ വളരുന്ന ഒരു കുടുംബാന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു.
എൻ്റെ ഇച്ഛാനും എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഇതുപോലെ തന്നെ ഒരു കരിസ്മാറ്റിക് അനുഭവത്തിൽ വന്നു. ഞാൻ ധ്യാനം കൂടുന്നതിന് മുമ്പ് തന്നെ അപ്പച്ചനും അമ്മച്ചിയാണ് ധ്യാനം കൂടാൻ പോയത്. കുടുംബത്തിലെ വലിയ തകർച്ചകളോ ദുരിതങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും അല്ല അതിന് കാരണമായി. പക്ഷെ അവർ ധ്യാനം കൂടി തിരിച്ചു വന്ന് ശരിക്കും വലിയ വ്യഗ്രതയായിട്ടാണ് തിരിച്ചു വരുന്നത്. അവരുടെ ഒരു വലിയ ഇടയ്ക്കൊന്ന് ചോദിക്കട്ടെ, ഈ പാരമ്പര്യ കത്തോലിക്ക കുടുംബങ്ങളിൽ അവർക്ക് ഈ വിശ്വാസമൊക്കെ ഉണ്ട്. അവർ പള്ളിയിൽ പോകുന്നു, ഇടവകയായിട്ട് ചേർന്ന് നിൽക്കുന്നു, അതെല്ലാം ഓക്കെ. അപ്പോൾ തന്നെ ഈ കരിസ്മാറ്റിക് ധ്യാനങ്ങളിൽ പോയി പങ്കെടുക്കുന്ന ഒരു അത്ര സ്വാഭാവികമല്ലായിരുന്നല്ലോ. അപ്പം ബ്രദറിൻ്റെ അപ്പനും അമ്മയും ഈ ധ്യാനത്തിലേക്ക് കടന്നു പോകാനുള്ള കാരണം എന്തായിരുന്നു? എനിക്ക് തോന്നുന്നു അന്ന് വീട്ടിലും വലിയ പ്രതിസന്ധികളൊന്നുമില്ല. എന്നാലും ഇച്ചാൻ്റെ അമ്മയുടെയൊക്കെ ഒരു ആത്മീയ ഒരു ശൈലി എന്ന് പറയുന്നത് കുറച്ചുകൂടെ എപ്പോഴും ആത്മീയമായിട്ട് വളരണം. അതുകൊണ്ട് തന്നെ കുടുംബ പ്രാർത്ഥനയ്ക്കൊക്കെ വലിയ പ്രാധാന്യം വീട്ടിൽ എപ്പോഴും കൽപ്പിച്ചിരുന്നു. അതുകൊണ്ടൊക്കെ കുറച്ചുകൂടെ ഒന്ന് വളരാനും ജീവിതത്തെ കുറച്ചുകൂടെ ഒന്ന് പരിവർത്തനപ്പെടുത്താനും ഉള്ള ഒരു ആഗ്രഹം കൊണ്ടൊക്കെ ആവും തോന്നുന്നു അവർ ധ്യാനത്തിന് പോയത്. എവിടെയായിരുന്നു അവർ ധ്യാനത്തിന്? ഡിവൈൻ ധ്യാനം. അപ്പോൾ തിരിച്ചു വന്നിട്ട് ശരിക്കും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു കുടുംബം ഒരു കരിസ്മാറ്റിക് ആകാനുള്ള വ്യഗ്രത ഇവരുടെ ജീവിതത്തിൽ വളർന്നു. പിന്നീട് 1993 ഞാൻ ധ്യാനത്തിന് പോകുന്നതും ശരിക്കും ഈ ധ്യാനം ഇവരുടെ ജീവിതത്തിൽ വരുത്തിയ വലിയ മാറ്റങ്ങളും മക്കളോടുള്ള ഇടപെടൽ, കുടുംബത്തിലെ വിശ്വാസം കുറച്ചുകൂടെ സജീവമാക്കാൻ വേണ്ടി അവരെടുത്ത നല്ല നിലപാടുകൾ, അതൊക്കെ എന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ചു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് എല്ലാ ദിവസവും ഇച്ചാനും അമ്മയും ഇരുന്ന് ബൈബിൾ വായിക്കുന്നു. എല്ലാ ദിവസവും ധാരാളം സങ്കീർത്തനങ്ങൾ വായിക്കുന്നു. കുടുംബ പ്രാർത്ഥന കുറച്ചുകൂടെ ശക്തമാകുന്നു. കുടുംബ പ്രാർത്ഥനയുടെയൊക്കെ അവസാനത്തിൽ വീട്ടിലെല്ലാവരും കൂടെ കൈ കോർത്ത് പിടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. അന്നൊക്കെ അപ്പച്ചനെ അമ്മച്ചെ സ്വാധീനിച്ച് നല്ല പാട്ടുകൾ, കരിസ്മാറ്റിക് പാട്ടുകളൊക്കെ കുടുംബ പ്രാർത്ഥനയോട് ചേർത്ത് പിടിച്ച് പാടാൻ തുടങ്ങി. കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് വൈകുന്നേരം മാത്രം അങ്ങ് ഒതുക്കാതെ രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുന്ന പതിവുണ്ടായി. മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു ആവേശം മാതാപിതാക്കൾ ജനിച്ചു. അത് ഞങ്ങൾക്ക് വലിയൊരു മാതൃകയാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കൊന്ന് എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അപ്പച്ചനും അമ്മച്ചിയും പള്ളിയിൽ പോടാന്ന് പറഞ്ഞിട്ടില്ല, വാടാന്ന് പറഞ്ഞിട്ടുണ്ട്. മുമ്പിൽ നടക്കുവാണ്. അപ്പം അങ്ങനെ ഒരു ഈ കരിസ്മാറ്റിക് നവീകരണം അവരുടെ വിശ്വാസ ജീവിതത്തിൽ വരുത്തിയ മാറ്റമാണ് എന്നെയും എൻ്റെ പെങ്ങന്മാരെയൊക്കെ ഒരു കരിസ്മാറ്റിക് അനുഭവത്തിലേക്ക് നയിച്ചത്. പിന്നീട് ഈ കുടുംബ പ്രാർത്ഥന ഈ ധ്യാനാനുഭവത്തിന് ശേഷം വളരെ സജീവമായി എന്ന് പറഞ്ഞത്, അതായത് ശരിക്കും വൈകുന്നേരങ്ങളിലെ ഒരു കൊന്ത എത്തിക്കൽ എന്നുള്ള ആ പരമ്പരാഗതമായ പ്രാർത്ഥനയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറെ കൂടെ നമ്മൾ സ്വയം പ്രേരിതമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ ജപമാല പോലെയുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മൾ ചൊല്ലുന്നു, പാട്ട് പാടുന്നു, ബൈബിൾ വായിച്ച് അതിനെക്കുറിച്ച് എന്തെങ്കിലും 2 കാര്യങ്ങൾ വ്യാഖ്യാനിച്ച് പറയുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ശൈലി കുടുംബത്തിൽ നിന്ന് തന്നെ രൂപീകരിക്കപ്പെട്ടല്ലേ? രൂപീകരിക്കപ്പെടും നന്നായിട്ട്. അതായത് ഇപ്പം മധ്യസ്ഥ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി. നമ്മുടെ വീടിനൊരു ആവശ്യമുണ്ട്, ഇതേ ആവശ്യങ്ങളിൽ കഴിയുന്ന അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ജപമാല ചെല്ലുമ്പോൾ അതിൻ്റെ ഓരോ രഹസ്യവും ഓരോ പ്രത്യേക നിയോഗത്തിന് വേണ്ടി സമർപ്പിക്കുക. ഇടയ്ക്കിടയ്ക്കെല്ലാം ശക്തമായ സ്തുതിപ്പുകൾ. വീട്ടിൽ സാണകത്തിൽ ഇച്ഛാനാവും വചനം വായിക്കുക, എന്നിട്ട് അതിൻ്റെ കൊച്ചു കൊച്ചു ഷെയറിങ്ങുകൾ. അപ്പം അങ്ങനെ അതൊക്കെ കുടുംബ പ്രാർത്ഥന കുറച്ചുകൂടെ ലൈവായി. ഓരോ ദിവസവും ഇപ്പം കൃത്യം ഒരു അടിച്ചു വെച്ച സ്ട്രക്ചറിലല്ല, അതിനേക്കാൾ അപ്പുറത്ത് എനിക്ക് തോന്നുന്നു പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന അനുസരിച്ച് ആ കുടുംബ പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇന്നൊരു 15-20 മിനിറ്റ് കുടുംബ പ്രാർത്ഥന എല്ലാവർക്കും ഭാരമാകുമ്പോൾ എൻ്റെ വീട്ടിൽ 45 മിനിറ്റ് 50 മിനിറ്റ് വരെ കുടുംബ പ്രാർത്ഥന എത്തുന്നുണ്ട്. പക്ഷെ അതെല്ലാം ലൈവാണ്. ഇപ്പം കൊന്തയിലും എല്ലാവരും മുട്ടുകുത്തി നിൽക്കുക, കൈ വിരിച്ച് പിടിക്കുക, അല്പം ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കുക. അതൊക്കെ കുടുംബ പ്രാർത്ഥനയെ കുറേ കൂടെ നമുക്ക് സ്വീകാര്യമായ വിധത്തിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് ഞങ്ങൾക്ക് മക്കൾക്കൊക്കെ ഫീൽ ചെയ്തു. ബ്രദറെ, ഇന്നിപ്പം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ എനിക്ക് തോന്നുന്നു ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് സംഭവിക്കുന്നത്. പ്രാർത്ഥനകളൊക്കെ ഏറെക്കുറെ അന്യം നിൽക്കുന്ന അവസ്ഥകളാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ ചടങ്ങ് പ്രാർത്ഥനകൾ. പക്ഷെ അങ്ങ് ഈ പറഞ്ഞ രീതിയിൽ അങ്ങനെയൊക്കെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് വീണ്ടും ഈ ഒരു ചൈതന്യം ഒന്ന് കടന്നു വരാൻ അങ്ങ് അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതിനുള്ള മാർഗങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും ഇത് വളരെ അനിവാര്യമാണ്. കാരണം ഞാൻ കഴിഞ്ഞ 27 വർഷമായിട്ട് സൺഡേ സ്കൂൾ അധ്യാപകനാണ്. ശരിക്കും വിശ്വാസ പരിശീലനത്തിൻ്റെ പിള്ളത്തൊട്ടിൽ കുടുംബം എന്നാണല്ലോ പറയുക. ഈ ഫ്രാൻസിസ് പാപ്പയുടെ വളരെ ശക്തമായ ഒരു പ്രബോധനമുണ്ടല്ലോ, അതായത് വിശ്വാസത്തിൻ്റെ വെളിച്ചം എന്ന ചാക്രിക ലേഖനത്തിൽ പാപ്പ പറയുന്നത് ഈ വിശ്വാസത്തിൻ്റെ പൊതു ആചാരങ്ങൾ കുടുംബത്തിൽ പരിപോഷിപ്പിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ ശരിക്കും ഈ ഒരു കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണ്. ഇപ്പം പലപ്പോഴും മക്കളാകും കുടുംബ പ്രാർത്ഥനയിൽ അല്പം പുറകോട്ടൊക്കെ പോകാൻ കാരണം. അപ്പോൾ അത് ഒരുപക്ഷെ മക്കളെയും കൂടെ കുടുംബ പ്രാർത്ഥനയിൽ ചേർത്ത് പിടിക്കാത്തതുകൊണ്ടാകാം
എൻ്റെയൊക്കെ കുഞ്ഞുനാൾ ഞാൻ ഓർക്കുന്നു, നമുക്കൊരു പരീക്ഷ വന്നാൽ ആ പരീക്ഷ സമർപ്പിച്ച് വീട്ടിൽ പ്രാർത്ഥിക്കുവാണ്. നമുക്കൊരു ആവശ്യം വന്നാൽ ആ ആവശ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അപ്പം എല്ലാവരെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സജീവമായ കുടുംബ പ്രാർത്ഥന ശരിക്കും നമ്മുടെ കുടുംബങ്ങളിൽ സംജാതമാവേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ബൈബിൾ വായനയാണെങ്കിൽ പോലും അത് കുറച്ചുകൂടെ മക്കളൊക്കെ മാറി മാറി ബൈബിൾ വായിക്കുന്നു, അതിന് വ്യാഖ്യാനം അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നു. ബൈബിൾ വാക്യങ്ങളൊക്കെ മക്കളെ കൊണ്ട് കാണാതെ പഠിപ്പിക്കുന്നു. ഇന്ന് അങ്ങനെയൊന്നും പഠിക്കുന്ന കുടുംബങ്ങൾ വളരെ കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കുടുംബ പ്രാർത്ഥന ആണ് വിശ്വാസ പരിശീലനത്തിൻ്റെ ഒരു പ്രഥമ മേഖല. അത് കാലഘട്ടത്തിനൊത്ത് സജീവമാകേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ഈ പരിപൂർണമായിട്ട് അന്യം നിന്ന് പോയിട്ടില്ലെങ്കിലും അവിടെ എവിടെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് നമ്മുടെ എല്ലാ കുടുംബങ്ങളിലേക്കും ഇങ്ങനെയുള്ള ഒരു ചൈതന്യം പകരപ്പെടാനായിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ധ്യാനങ്ങൾ കൂടാത്തവർ ഇന്ന് വളരെ കുറവാണ്. നമ്മുടെയൊക്കെ ഏത് കുടുംബങ്ങളിൽ നിന്നാണ് ധ്യാനത്തിനൊക്കെ പോകാത്തവരുള്ളത്? ഏറെക്കുറെ എല്ലാവരും തന്നെ പോയിട്ടുണ്ടാവും. പക്ഷേ ഈ കുടുംബ പ്രാർത്ഥനയിലൂടെ വിശ്വാസം പടുത്തുയർത്തി അത് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്ന ആ ഒരു തലം ഒന്നും ഇന്ന് ഒരിടത്തൊന്നും ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇനി പറഞ്ഞു കൊടുത്താൽ തന്നെ അതൊട്ട് സ്വീകരിക്കപ്പെടുന്നില്ല. അതിൻ്റെയൊക്കെ കാരണം എന്താ? ഒന്നാമത്തേത്, ഈ മാറിയ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു ഓൺലൈൻ യുഗത്തിലേക്കൊക്കെ വന്നു. യുവജനങ്ങളെ സംബന്ധിച്ച് ഇതിൻ്റെ പ്രാധാന്യം ഒന്നും അങ്ങ് മനസ്സിലാക്കാൻ അവർക്ക് പറ്റുന്നില്ല. അതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് ഈ കുടുംബത്തിൽ നല്ല ചില നിലപാടുകൾ ഉണ്ടാവണം. ഇപ്പോൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് പോലും ചിലപ്പം ചില സമയത്തൊക്കെ പിള്ളേർക്ക് അതിനോടൊരു ആഭിമുഖ്യമൊക്കെ കുറഞ്ഞു പോയാൽ പോലും കുടുംബത്തിലെ ചില നല്ല നിലപാടുകൾ. ഒന്ന് എനിക്ക് തോന്നുന്നത്, ഈ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു കറക്റ്റ് സമയം ഉണ്ടാവുക. ഈ ചാവറപിതാവൊക്കെ പറയുന്നൊരു ചിന്തയുണ്ടല്ലോ, വീട്ടിൽ എത്ര വിശിഷ്ട അതിഥികൾ വന്നാലും, വീട്ടിൽ എന്തെല്ലാം വലിയ കാര്യങ്ങൾ നടന്നാലും ഒരിക്കലും ഒഴിവാക്കപ്പെടാൻ പാടില്ലാത്തൊരു കാര്യമാണ് കുടുംബ പ്രാർത്ഥന. ഇതൊരു കുടുംബത്തിനൊരു നിലപാടാണ്. ആ നിലപാടുകളൊക്കെ ശരിക്കും വീട്ടിൽ നന്നായിട്ട് കാത്തു സൂക്ഷിക്കുക. വിശ്വാസത്തിൻ്റെ ഭാഷയുണ്ടെന്നാണല്ലോ ഫ്രാൻസിസ് പാപ്പയുടെ ചിന്ത. അത് സ്നേഹത്തിൻ്റെ ഭാഷയാണ്. ശരിക്കും വിശ്വാസത്തിൻ്റെ ഭാഷ സ്നേഹത്തിൽ വ്യാഖ്യാനിക്കപ്പെടാൻ ഒരു വേദി ശരിക്കും കുടുംബ പ്രാർത്ഥന തന്നെയാണ്. അപ്പോൾ ആ ഒരു ശൈലിയിലേക്ക് നമുക്ക് കൊണ്ടുവരാനും ഒപ്പം ഈ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുടുംബത്തിൽ ഉയരേണ്ട പ്രാർത്ഥന പ്രധാനപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നു കുടുംബ പ്രാർത്ഥന ശക്തമാകണമെങ്കിൽ കുടുംബാംഗങ്ങൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നവരാകണം. എൻ്റെ മാതാപിതാക്കൾ, ഞങ്ങളൊക്കെ ഈ വെളുപ്പാങ്കാലത്ത് ഈ 5 മണിക്കും 5:30ക്കും ഒക്കെ പള്ളിയിൽ പോകാൻ വേണ്ടി എണീക്കുന്നത് തന്നെ തൊട്ടടുത്ത മുറിക്കകത്ത് മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടിട്ടാണ് ഞങ്ങൾ ഏൽക്കുന്നത്. അപ്പോൾ ശരിക്കും പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ മക്കൾക്കൊരു വലിയ മാതൃകയാണ്. ഫ്രാൻസിസ് പാപ്പ സ്നേഹത്തിൻ്റെ സന്തോഷമെന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൽ പറയുന്നത്, തങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥന ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് മക്കൾക്ക് തോന്നണം. ആ വിധത്തിൽ മാതാപിതാക്കൾ ജീവിക്കണം. അതുകൊണ്ട് ഈ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ രൂപപ്പെടുക, കുടുംബ പ്രാർത്ഥന സജീവമാകാനുള്ള ഒരു ശ്രദ്ധ കുടുംബങ്ങളിൽ ഉണ്ടാവുക, അവരിത് കേൾക്കുന്നില്ലെങ്കിൽ പോലും അത് കൃത്യതയോടെ പറഞ്ഞു കൊടുക്കാനുള്ളൊരു നിലപാടൊക്കെ കുടുംബത്തിൽ ഉണ്ടാവുക, അതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നി കുടുംബ പ്രാർത്ഥന ഒരുപക്ഷെ എന്തുകൊണ്ട് കുടുംബങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ടതാണെന്ന് ചിന്തിക്കുന്നു. ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ ചില ദിവസത്തെ കുടുംബ പ്രാർത്ഥന ഞങ്ങളുടെ വാഹനത്തിലാവും, ചിലപ്പോൾ ഒരു ദിവസത്തെ കുടുംബ പ്രാർത്ഥന ഞങ്ങളുടെ ഇടവപ്പള്ളിയിലാവാം, ചിലപ്പോൾ കുടുംബ പ്രാർത്ഥന ഞങ്ങളുടെ അടുത്ത് ഭരണങ്ങാനത്ത് അൽഫോൻസാമ്മയുടെ ചാപ്പലിലാകാം. കുടുംബ പ്രാർത്ഥന വ്യത്യസ്തമായ ശൈലിയിലുമൊക്കെ ആകാം. ഒരു ദിവസത്തെ കുടുംബ പ്രാർത്ഥന ചിലപ്പം നമ്മുടെ പരമ്പരാഗത ശൈലികളൊന്നും കളയണമെന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറയുന്നത്, ഒരു ദിവസം ഒരു ബൈബിൾ ഭാഗം വായിച്ച് അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ച് അതിനെ ബേസ് ചെയ്തൊരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തി കുടുംബം ഒന്നിച്ച് കയ്യൊക്കെ ഓർത്ത് പിടിച്ച് സ്തുതിക്കുന്ന ഒരു കുടുംബ പ്രാർത്ഥന. അങ്ങനെ ഈ പിള്ളേരെ കൂടെ കുറച്ചുകൂടെ ഇൻവോൾവ് ആക്കുന്ന വിധത്തിലുള്ള ചില കുടുംബ പ്രാർത്ഥനകൾ രൂപപ്പെട്ട് വരുന്ന ഒത്തിരി നല്ലതാകാം. ഇപ്പോൾ യുവജന മതബോധന ഗ്രന്ഥം പിള്ളേർക്ക് ഒരു പക്ഷേ അന്യമാകാം, ഒരു പക്ഷേ അതിൻ്റെ ഒരു ചെറിയ ഭാഗം വായിച്ച് ധ്യാനിക്കുന്ന ആയിക്കൂടെ ഒരു ദിവസത്തെ കുടുംബ പ്രാർത്ഥന. എന്നാൽ അതിനോട് ചേർത്ത് പരമ്പരാഗതമായ ശൈലികളൊക്കെ നമുക്ക് തുടരുകയും വേണം. അതുകൊണ്ട് ഈ പിള്ളേർക്കൂടെ ഇൻട്രസ്റ്റഡ് ആയ വിധത്തിലുള്ള കുടുംബ പ്രാർത്ഥന രൂപപ്പെടുന്ന വ്യത്യസ്തമായ രീതികളിലൂടെയുള്ള പ്രാർത്ഥനാ രീതികൾ പരീക്ഷിക്കുക ശൈലിയാവാം. ഇപ്പം ഞാൻ കഴിഞ്ഞിടയ്ക്ക് പരിചയപ്പെട്ടൊരു കുടുംബമുണ്ട്. 50 നോമ്പിൻ്റെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവരുടെ കുടുംബ പ്രാർത്ഥന കുരിശിൻ്റെ വഴിയാണ്. ഒരു കുടുംബം എന്നോട് പറഞ്ഞു, അവർ ഈ 14 സ്ഥലങ്ങളും അവർക്ക് 5 മുറിയുണ്ട്, മുറികളിലൂടെയാണ് പോയി ചെല്ലുന്നത്. ഇളയ കൊച്ച് ക്രൂശരൂപം പിടിക്കും, മൂത്ത 2 പിള്ളേർ 2 ഗ്ലോബ് പിടിക്കും, അപ്പനും അമ്മയും കുരിശിൻ്റെ വഴിയുടെ പുസ്തകം കൈ പിടിക്കും. ഒരു കുരിശിൻ്റെ വഴിയുടെ യാത്ര നടത്തുകയാണ് എല്ലാ വെള്ളിയാഴ്ചയും വീടിൻ്റെ എല്ലാ മുറിയിൽ കൂടെ.
ഒരു വ്യത്യസ്തമായ അനുഭവമാണ്. എൻ്റെ വീട്ടിൽ പോലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഒരു വ്യത്യസ്തമായ ശൈലിയിൽ കുടുംബ പ്രാർത്ഥന രൂപപ്പെടുത്തുമ്പോൾ കുറേ കൂടെ പിള്ളേർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെയും വരുന്ന ഒരു പക്ഷെ നല്ലതാണ്. പക്ഷേ നമ്മുടെ നിലവിലുള്ള പാരമ്പര്യങ്ങളൊക്കെ കളയുകയും ചെയ്യരുതെന്നും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു കൃത്യം സമയം ഉണ്ടായിരിക്കുന്നത് നല്ലതാണെന്ന് ബ്രദർ പറഞ്ഞല്ലോ. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഈ മാറി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ഒരുപക്ഷെ അപ്പൻ ജോലിക്ക് പോയിട്ട് വരുന്ന സമയം, അല്ലെങ്കിൽ അമ്മ ജോലിക്ക് പോയിട്ട് വരുന്ന സമയം, അല്ലെങ്കിൽ മക്കളുടെ പഠിത്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ കൂട്ടി വെക്കുമ്പോൾ ഒരുപക്ഷെ എല്ലാ കുടുംബങ്ങളിലും ഇതുപോലെ ഒരു സമയം ക്ലിപ്തത അത് സാധ്യമാകുമോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. പണ്ടൊക്കെ നമ്മൾ പറഞ്ഞത് ഈ സന്ധ്യാമണി പള്ളിക്കൽ അടിക്കുന്ന സമയത്ത് ശരിക്കും കുടുംബങ്ങളിൽ പ്രാർത്ഥന തുടങ്ങാനുള്ള സമയം അറിയിക്കലാണ്. ഒരുപക്ഷെ ഇത് ചിലപ്പോൾ അത്ര അങ്ങ് പ്രാക്ടിക്കൽ ആയിരിക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം ഇന്ന സമയം എന്ന് വെക്കാതെ വീട്ടിലെല്ലാവരും കൂടെ ധാരണയിലെത്തിയിട്ട് ഒരു സമയം ഫിക്സ് ചെയ്യുക. ഒരു പക്ഷേ അപ്പൻ ജോലിക്കാരനാണ്, അപ്പൻ വരുന്ന സമയം, അമ്മയുടെ പണി തീരുന്ന സമയം ചിലപ്പോൾ 7:30 ആകാം, 8 മണിയാകാം. ഒരു തീരുമാനം എടുക്കുകയും ശരിക്കും ആ തീരുമാനം ഒരു കത്തോലിക്ക വീട്ടിൽ നിന്ന് എഴുതി വെക്കുകയൊക്കെ ചെയ്താൽ, ഞങ്ങളുടെ ഇടവകയിൽ ചെയ്തതാണ്, എല്ലാ വീടുകളിലും ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു. ഈ കുടുംബത്തിൽ ഇന്ന് സന്ധ്യാപ്രാർത്ഥന 7:30. അത് ഇടവകയിൽ ലീഡേഴ്സും ഒക്കെ ആയിട്ട് ധാരണയിലെത്തി ഒരു സമയം അങ്ങോട്ട് തീരുമാനിച്ചാണ്. അപ്പം ഞാൻ പിള്ളേരോടൊക്കെ പറയാറുണ്ട്, അങ്ങനെ വീടുകളൊക്കെ ഒന്ന് എഴുതി വെക്കുക. ആ സമയം തീരുമാനിക്കുന്ന ഒരു സമയം. ഇനി എന്തെങ്കിലും കാരണവശാൽ വീട്ടിൽ എല്ലാവർക്കും ആ സമയത്ത് അവിടെ സന്നിഹിതരാകാൻ പറ്റിയില്ലെങ്കിൽ പോലും, ആ യാത്രയിലാണെങ്കിൽ പോലും അവിടെ സമയത്തിൽ ഒന്ന് പങ്കുചേരുക. ഇപ്പൊ വിദേശത്തൊക്കെ പോകുന്ന മക്കള് ഇതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന സമയത്ത് അവിടെയും പ്രാർത്ഥനയിലാകുന്ന പല കുടുംബങ്ങളെ നമുക്കറിയാം. ഇപ്പോൾ എന്നോട് കുടുംബം പറഞ്ഞതാണ്, ബാംഗ്ലൂർ നഴ്സിങ്ങിന് പോകുന്ന ഒരു മോള്, അവൾക്ക് ആപ്പടെ ആഴ്ച 2 ദിവസം ഫോൺ കിട്ടത്തുള്ളൂ. വൈകുന്നേരം ഈ സമയത്ത് അവർ ഫോൺ അവിടെ ഓൺ ചെയ്ത് വെക്കും, ലൗഡ് സ്പീക്കറിലിടും. ഇവരിവിടെ കുരിശ് വരയ്ക്കും. ഇവിടെ നന്മ പറഞ്ഞവരമേ ചെല്ലും, മകള് ബാംഗ്ലൂർ പരിശുദ്ധ പറയുമേ ചെല്ലുന്നു. അതിനുവേണ്ടി അവരെടുക്കുന്ന ത്യാഗം, എഫർട്ട് വളരെ വലുതാണ്. ഇപ്പം നമ്മുടെ 90% മക്കളും നാട് വിട്ടും വീട് വിട്ടും ഒക്കെ പുറത്തു പോവാണല്ലോ. ലോകത്തിൽ എവിടെ ചെന്നാലും അവർ വിശ്വാസത്തിന്റെ തണലിൽ, സഭയുടെ തണലിലൊക്കെ ജീവിക്കാൻ ഈ കുടുംബ പ്രാർത്ഥനയുടെ സമയക്ലിപ്തതയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാവും തോന്നുന്നു. ഈ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പലപ്പോഴും ഇപ്പോൾ പുറത്തു നിന്നൊരു ഗസ്റ്റ് വന്നു, അപ്പോൾ അതിനെ ചൊല്ലി പിന്നെ കുടുംബ പ്രാർത്ഥനയുടെ സമയം മാറിപ്പോകുന്നു. ചിലപ്പോൾ അന്ന് നടന്നില്ല എന്ന് വരും. പക്ഷെ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ പറയാം. ഞാനൊരു ഹൈ റേഞ്ചിലൊരു വീട്ടിൽ ഒരു വിവാഹത്തിൻ്റെ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ തലേന്ന് രാത്രി അവിടെ എത്തി. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഇതാണ്, അന്ന് ഒരുപാട് ആൾക്കാർ ആ വീട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷേ കൃത്യം 7 മണി സമയമായപ്പോൾ പതിവ് പോലെ അവർ പായ വിരിക്കുന്നു. അപ്പനമ്മ മക്കള് അവരെല്ലാവരും വന്ന് മുട്ടുകുത്തുന്നു, ബൈബിളൊക്കെ എടുത്തുകൊണ്ട് വരുന്നു, ജപമാല എടുത്തുകൊണ്ട് വരുന്നു, പതിവ് പോലെയുള്ള പ്രാർത്ഥന അവർ. അപ്പം ആ സമയത്ത് ഇവിടെ മറ്റ് കല്യാണത്തിൻ്റെ തിരക്കിലുള്ള ബഹളങ്ങൾ കാര്യങ്ങളെല്ലാം നടക്കുന്നുമുണ്ട്. പക്ഷേ ഈ കുടുംബം ഇത് കണ്ടുകൊണ്ട് ആ തിരക്കിലുണ്ടായിരുന്ന കുറേ ആൾക്കാരും കൂടെ വന്ന് ആ കുടുംബ പ്രാർത്ഥനയിൽ വന്ന് പങ്കെടുക്കുക. അതിൻ്റെ ഒരു റിസൾട്ട് ഞാൻ പിന്നീട് കണ്ടത്, ഈ കുടുംബം വളരെ അധികമായിട്ട് എല്ലാ മേഖലകളിലും അവർ അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ള വലിയൊരു അഭിവൃദ്ധി അവരുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഉണ്ടായി. നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ ഒരു അനുഭവത്തിൽ ഒരു സംഭവം ഞാൻ വായിച്ചത് എങ്ങനെയാണ്. അദ്ദേഹം ഒരു വീട്ടിൽ ഒരു ക്രൈസ്തവ സഹോദരൻ്റെ ഭവനത്തിൽ ഒരു വൈകുന്നേര സമയത്ത് സന്ദർശിക്കാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ അവരുടെ കുടുംബ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഗാന്ധിജിയെപ്പോലുള്ള ഒരാൾ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ സമയമൊക്കെ ഒരു വലിയ വിഷയമാണ്. പക്ഷേ ഗാന്ധിജി പറഞ്ഞു, കൂടെയുള്ളവരോട് പറഞ്ഞു, നമുക്കിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം അവർ എന്നേക്കാൾ വലിയ ഒരാളുമായിട്ട് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ നമ്മുടെ മക്കളോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ഈ ബ്രദർ പറഞ്ഞ രീതിയിൽ ഒരു സമയക്ലിപ്തതയും കുടുംബ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമൊക്കെ കൊടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളിൽ വന്നാൽ, അതെ, തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ വലിയ മാറ്റത്തിനത് കാരണമായി തീരും. അതെ അതെ നമ്മൾ ഈ ഒരു കരിസ്മാറ്റിക് കുടുംബം എന്നൊരു ചിന്ത വരുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നുന്നത്, ശരിക്കും ഈ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഒരു ആധ്യാത്മികത നമ്മുടെ മക്കളിലേക്കും തലമുറയിലേക്കും കൈമാറാനുള്ള ഏറ്റവും വലിയൊരു അവസരം ശരിക്കും നമ്മുടെ കുടുംബ പ്രാർത്ഥന തന്നെയാണ്. ശരിക്കും നമ്മുടെ കുടുംബ പ്രാർത്ഥന അല്പം കൂടി കരിസ്മാറ്റിക് ആഭിമുഖ്യമുള്ളതാക്കി മാറ്റാൻ പറ്റിയാൽ അത് പിള്ളേരിലേക്കും ആ ഒരു നവീകരണത്തിൻ്റെ ആഭിമുഖ്യം വളർത്താൻ പറ്റും. കുഞ്ഞുങ്ങൾ നവീകരണത്തിൻ്റെ ഒരു ധാരയിലേക്ക് വളരാൻ പറ്റും. ശരിക്കും കുടുംബ പ്രാർത്ഥനയിൽ നിന്ന് കിട്ടുന്ന ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആവണം ശരിക്കും ഒരു കുടുംബത്തെ ഒരു ഇടവക പ്രയർ ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോകാനും. ആ കുടുംബ പ്രാർത്ഥനയിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രചോദനമാകണം ശരിക്കും നമ്മുടെ കുടുംബ കൂട്ടായ്മയിലെ പ്രാർത്ഥനകൾ പോലും ശക്തമാകേണ്ടത്. ശരിക്കും കുടുംബത്തിൽ ഈ ഒരു കർത്താവുമായിട്ടും പരസ്പരമുള്ള കൂട്ടായ്മ ഇല്ലെങ്കിൽ കുടുംബ കൂട്ടായ്മയ്ക്ക് പ്രസക്തി ഇല്ലല്ലോ.
അതുകൊണ്ട് എല്ലാ തലങ്ങളിലും ഒരു ഇപ്പം ബിനോയ് പറഞ്ഞതുപോലെ തന്നെ സഭയുടെയും ഇടവകയുടെയും എല്ലാ തലങ്ങളിലും ഒരു നല്ല പ്രേക്ഷിത ആവേശത്തോടെ ചൈതന്യത്തോടെ വളരാൻ കുടുംബാംഗങ്ങളെ പ്രാപ്തമാക്കേണ്ട ഒരു മേഖല ശരിക്കും കുടുംബ പ്രാർത്ഥനയാണ്. നമുക്ക് ദൈവവിളി കുറഞ്ഞു പോകുന്നു, എല്ലാവരും ആശങ്കപ്പെടുന്ന ഒരു മേഖലയാണ്. ശരിക്കും നല്ല കുടുംബ പ്രാർത്ഥനയുള്ള കുടുംബങ്ങളിൽ നിന്ന് നല്ല ദൈവവിളികളുണ്ടാവും. കാരണം ആ വിളി പോലും തിരിച്ചറിയാനുള്ള വേദിയായിട്ട് നമ്മുടെ കുടുംബ പ്രാർത്ഥന മാറണം. ശരിക്കും നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ കർത്താവിന് കാതോർക്കുന്ന അവസരങ്ങൾ ഉണ്ടാകാറുണ്ടോ? എൻ്റെ കുടുംബത്തിൽ അങ്ങനെ പല അനുഭവങ്ങൾ എനിക്കുണ്ട്. നമ്മളിപ്പം ബൈബിള് വായിച്ചിട്ട് കർത്താവ് എന്ത് പറയുന്നു എന്നൊന്ന് കേൾക്കാൻ, ഞാൻ പല കുടുംബങ്ങളിലും ഒരു നിമിഷം പോലും ഒരു നിശബ്ദതയില്ലല്ലോ കുടുംബ പ്രാർത്ഥനയിൽ. എന്തുകൊണ്ട് നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ നിശബ്ദതയ്ക്ക് സ്ഥാനം കൊടുത്തുകൂടാ? അതൊക്കെ ഈ പിള്ളേരെ കുഞ്ഞുനാളിൽ തന്നെ ഈ ദൈവത്തിൻ്റെ വിളി എന്താണെന്ന്, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനുള്ള പരിശീലനത്തിൻ്റെ വേദിയാക്കി അതിനെ മാറ്റും. അപ്പോൾ കുടുംബ പ്രാർത്ഥനയും വിശ്വാസവുമായിട്ട് അതുപോലെ തന്നെ കണക്ട് ചെയ്യും. ഞാൻ സൺഡേ സ്കൂൾ അധ്യാപനം, എൻ്റെ ഇടവകയിൽ കുടുംബത്തെ എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞാൽ ആ കുടുംബം ചെയ്യുന്ന ഒരു കാര്യം, 3 മക്കളുണ്ട്, 3 മക്കളോടും വേദപാഠ പുസ്തകമായിട്ട് വരാൻ പറയും. ഈ മാതാപിതാക്കൾ അവിടെ ഇരിക്കും. അന്ന് വേദപാഠ ക്ലാസ്സിൽ ഇവർ പഠിച്ച കാര്യങ്ങളെല്ലാം മാതാപിതാക്കളെ ഇവർ പഠിപ്പിക്കുവാണ്. അപ്പോൾ വിശ്വാസവും വിശ്വാസ പരിശീലനമൊക്കെ എത്ര കണക്ട് ചെയ്യുവാണ് ഒരു വീട്ടിൽ. അപ്പം അങ്ങനെയൊന്ന് കണക്ട് ചെയ്യുന്ന ഒരവസ്ഥയൊക്കെ കുടുംബത്തിൽ ഉണ്ടായാൽ തന്നെ നമ്മുടെ പിള്ളേർ വഴിതെറ്റി പോകുന്നു എന്നും ചുവട് മാറ്റി ചവിട്ടുന്നു എന്നുള്ള ആശങ്കകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കതിനകത്ത് ഒരുപക്ഷെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. പ്രായത്തിൻ്റെതായ വ്യത്യാസങ്ങളിൽ ചില മാർഗഭ്രംശങ്ങളൊക്കെ സംഭവിക്കാം, പക്ഷെ ഞാൻ പറയുന്നു തിരിച്ചു വന്നിരിക്കും. അങ്ങയുടെ ഭാര്യ മറ്റൊരു കുടുംബത്തിൽ നിന്ന് വന്ന വ്യക്തിയാണല്ലോ. സഹോദരി എങ്ങനെയാണ് പ്രാർത്ഥനയിലൊക്കെ നിങ്ങളുടെ കുടുംബവുമായിട്ട് വളരെ ചേർന്ന് പോകുമായിരുന്നു ആദ്യം മുതൽ തന്നെ? അതായത് ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് ഭാര്യയുടെ കുടുംബം അത്ര കരിസ്മാറ്റിക് കുടുംബമൊന്നും അല്ല. ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് സിജിയെ ക്ഷണിക്കുമ്പം തന്നെ ആ ഒരു അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെയാണ് ക്ഷണിക്കുന്നത്. എൻ്റെ ഒരു ശുശ്രൂഷ ഇതാണ്, ഒപ്പം തൊഴിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു പശ്ചാത്തലമൊക്കെ ശരിക്കും ഭാര്യയ്ക്ക് മനസ്സിലാക്കി കൊടുത്ത് തന്നെയാണ് വരുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് ഭാര്യയാണ്. എനിക്ക് ശരിക്കും എനിക്ക് ചില കാരിസംസൊക്കെ കർത്താവ് ദാനമായിട്ട്, അതെല്ലാം എനിക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടിയതാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഭാഷാപരം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയതും അതിൽ വളർന്നതും ഒക്കെ എൻ്റെ കുടുംബ പ്രാർത്ഥനയിൽ നിന്നാണ്. എനിക്ക് കർത്താവ് ഒരു രോഗശാന്തി വരം, ഞാനതങ്ങനെ അധികമൊന്നും അവിടുന്ന് പറയാറില്ല, എനിക്ക് തമ്പുരാൻ തന്നിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു രോഗശാന്തി വരം ഉണ്ടെന്ന് ആദ്യം തിരിച്ചറിഞ്ഞ എൻ്റെ ഇച്ഛായനാണ്. അത് ഏറ്റവും ആദ്യം ഒന്ന് പ്രായോഗിക തലത്തിൽ എത്തിക്കാനുള്ള അവസരം ഉണ്ടായതും കുടുംബത്തിലാണ്. ഇന്ന് ഒരു പക്ഷേ വീട്ടിൽ തിരക്കും കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിത പങ്കാളിക്കുണ്ടെങ്കിൽ പോലും എനിക്ക് തരുന്നൊരു സപ്പോർട്ട് ഭയങ്കരമാണ്. എനിക്ക് തോന്നുന്നു എന്നേക്കാൾ കാര്യസ്ഥ ഉപയോഗിക്കുന്ന ആൾ എൻ്റെ ഭാര്യയാണ്. പല കാര്യങ്ങളും പ്രാർത്ഥിച്ച ഒരു ഡിസൈൻമെൻറ്റിന് ഒരു അവസാന വാക്ക് പലപ്പോഴും ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ എനിക്കത് ഒത്തിരി ഒരു പ്രയോജനകരമാണ്. മക്കളെ ആ ഒരു അനുഭവത്തിൽ വളർത്താൻ ഭാര്യ തരുന്നൊരു സപ്പോർട്ട് വളരെ പ്രധാനമാണ്. മക്കൾ 3 പേരാണുള്ളത്. 3 പേര് ആ ഒരു കരിസ്മാറ്റിക് അനുഭവത്തിലേക്ക് വളരാൻ. 3 പേര് ഇടവകയിൽ സജീവമാണ്. വീട്ടിൽ 7 പേരാണോ എല്ലാവരും കൂടെ ഉള്ളത്. ഞങ്ങളെല്ലാവരും ഇടവകയിൽ സജീവമാണ്. ഈ എല്ലാ കാര്യങ്ങളിലും ഈ പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കുന്ന ഒരു ശൈലി ഈ കരിസ്മാറ്റിക്കാരുടെ ഒരു പ്രത്യേകതയാണല്ലോ. പക്ഷെ ചിലരെങ്കിലും ഇതിൽ നിന്ന് പാളിപ്പോവുകയും എന്ന് പറഞ്ഞാൽ തെറ്റായ ദിശകളിലേക്ക് നയിക്കപ്പെടുന്നതും പല കുടുംബങ്ങളിലും അങ്ങനെ കണ്ടുവന്നിട്ടുണ്ട്. അപ്പം അങ്ങയുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ പ്രാർത്ഥിച്ചാണോ തീരുമാനമെടുക്കുന്നത്? ഒരു പൊതുവിഷയം വന്നു. ഓക്കെ, എല്ലാ കാര്യത്തിലുള്ളൊരു പ്രാർത്ഥനയുടെ പശ്ചാത്തലം ശരിക്കും ഉണ്ട്. അത് ചെറിയ കാര്യത്തിൽ പോലും എനിക്ക് തോന്നുന്നു ഞങ്ങളും എൻ്റെ 2 പെങ്ങന്മാരുടെയും ഈ ജീവിതാന്തസ്സിൻ്റെ കാര്യത്തിൽ പോലും ഒരു നല്ല പ്രാർത്ഥനയുടെ പിൻബലം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അതിനൊക്കെ ഒരു അവസാന വാക്ക്, വീട്ടിൽ നല്ല പ്രാർത്ഥനയുടെ അന്തരീക്ഷമുണ്ട്, നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങും. ഇതിനൊക്കെ ഒരു അവസാന വാക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ ഇടവക വികാരിച്ചിൻ്റെ ആയിരുന്നു എന്ന് തോന്നുന്നു. അതിനൊക്കെ ഉറപ്പിക്കുന്നതിന് മുമ്പ് അച്ഛനോട് ചെന്ന് ചോദിച്ചു, അവിടുന്ന് രഹസ്യം വാങ്ങിക്കുന്നു. അതായത് അവരിലൂടെ വെളിപ്പെടുന്ന ഒരു ദൈവഹിതമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു ശൈലി. ഇപ്പം എൻ്റെ മോളെ നേഴ്സിങ്ങിന് ഒരു അഡ്മിഷന് വേണ്ടി ഞങ്ങളിങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അപ്പം ദൈവം അതിനുള്ള വഴി ചില വ്യക്തികളിലൂടെ തെളിയിച്ചു കൊണ്ടുവരുവാണ്. കൃത്യം ഇങ്ങനെ പ്രാർത്ഥിച്ച് കണ്ണടച്ചിരുന്ന് കിട്ടുന്നൊരു സന്ദേശം അനുസരിച്ച് എന്നതിനേക്കാൾ അപ്പുറത്ത് നല്ല പ്രാർത്ഥനയുടെ പിൻബലം ഉണ്ടാകുന്നു. ചില വ്യക്തികളിലൂടെ കർത്താവ് അത് വെളിപ്പെടുത്തി തരുന്നു. ആ വഴിയെ മുന്നോട്ട് പോകുന്നു. അതുപോലെ സംഭവിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു കരിസ്മാറ്റിക് കുടുംബം ഒരു പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ ഏത് നിലപാടുകളും എടുക്കാവൂ, സ്റ്റെപ്പുകൾ എടുക്കാവൂ. അത് നേരിട്ട് ദൈവം നമ്മളോട് സംസാരിക്കുന്നതാകാം.
ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് തോന്നുന്നത് എൻ്റെ മക്കളുടെയൊക്കെ കാര്യത്തിൽ പരിശുദ്ധാത്മാവ് കൃത്യമായ വെളിപ്പെടുത്തൽ നൽകുന്നതൊക്കെ എൻ്റെ അപ്പച്ചനോടെ അമ്മച്ചിയിലൂടെയൊക്കെ. അതായത് ഈ പ്രാർത്ഥിച്ച് സന്ദേശം എടുക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, അതിനോട് ബ്രദർ യോജിപ്പുണ്ടോ? തീർച്ചയായിട്ടും സന്ദേശം എടുക്കുന്നതിൽ ഒരാപാകതയില്ല. ഞങ്ങളുടെ വീട്ടിലും ഇപ്പോൾ ധ്യാനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഞങ്ങളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ പോലും വീട്ടിൽ പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്ന് ആ വചനത്തിൽ നിന്ന് കിട്ടിയ ഉൾക്കാഴ്ച സ്പിരിച്വൽ ഫാദറിൻ്റെയൊക്കെ ഒരു ഗൈഡ് ലൈനൊക്കെ സ്വീകരിച്ച് അങ്ങനെ മുന്നോട്ട് പോയാണ് ശരിക്കും കുടുംബം മുന്നോട്ട് പോകാൻ ഇടയായി. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ച് തീർച്ചയായിട്ടും സന്ദേശങ്ങൾ സ്വീകരിക്കാം, പക്ഷേ വളരെ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ടാകാം. ചിലർക്ക് അതൊരു ഒപ്പീനിയനൊക്കെ ചിലപ്പോൾ അതിനകത്ത് സ്വീകരിക്കേണ്ടതുണ്ടാകാം. അതുകൊണ്ട് കരിസ്മാറ്റിക് കുടുംബങ്ങളിലൊക്കെ നമ്മൾ പറയുന്നത് ഒരു സ്പിരിച്വൽ ഫാദർ ഉണ്ടാകണം, ഒരു എൽഡർ ഉണ്ടാകണം എന്നൊക്കെ പറയുന്നത് ഈ ഒരു കാര്യത്തിൽ നമ്മളെ നന്നായിട്ട് ഗൈഡ് ചെയ്യാൻ വളരെ ഉപയോഗപ്രദമാകും. ഈ എല്ലാവർക്കും ഈ സ്പിരിച്വൽ ഫാദർ അല്ലെങ്കിൽ ഒരു എൽഡർ അതൊക്കെ അത്ര എളുപ്പമുള്ളൊരു കാര്യമാണോ അത്? എല്ലാവർക്കും സാധ്യമല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പിലേക്ക് വളരുന്നവർക്കെങ്കിലും നിർബന്ധമായിട്ടും ഒരു സ്പിരിച്വൽ ഫാദർ ഉണ്ടാകണം, ഒരു എൽഡർ ഉണ്ടാകണം. അത് ലീഡർഷിപ്പിൻ്റെ വളർച്ചയിൽ വളരെ അത്യാവശ്യമാണ്. എനിക്ക് പലപ്പോഴും സന്തോഷത്തോടെ പറയാൻ പറ്റും, സാധാരണഗതിയിൽ എൻ്റെ സ്പിരിച്വൽ ഫാദർ എന്ന് പറയുന്നത് സാധാരണ ഇടവകയിലെ വികാരിച്ചനോ അല്ലെങ്കിൽ കൊച്ചച്ചനോ ഒക്കെ ആയിരിക്കും. അതുകൊണ്ടൊരു അവസാന വാക്കും അടുക്കൽ കുമ്പസാരമൊക്കെ അവരുടെ അടുക്കൽ തന്നെ എന്നൊക്കെ നടത്താനും ഒക്കെ പറ്റുന്നുണ്ട്. ശരിക്കും ഇപ്പോഴത്തെ കാലത്ത് ഒരു കുടുംബത്തിന് പോലും ഒരു സ്പിരിച്വൽ ഫാദറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, പണ്ടൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, ഈ പണ്ട് രാജകുടുംബങ്ങൾക്കൊക്കെ ഉപദേഷ്ടാക്കൾ എന്ന് പറയുന്ന പോലെ ശരിക്കും നമ്മുടെ വികാരിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ആത്മീയ ഉപദേശകനൊക്കെ ആയി മാറുവാണെങ്കിൽ ശരിക്കും ഇന്നീ സഭയെക്കുറിച്ചുള്ള അസ്വസ്ഥതകളും വൈദികരെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളെല്ലാം ഇങ്ങനെ പരക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടല്ലോ. കുടുംബത്തിൽ പോലും വൈദികരെ വിമർശിക്കുന്നു. അതിനൊക്കെ ഒരു മറുപടിയൊക്കെ ആവുകയല്ലേ ശരിക്കും ഇടവകയിലെ വികാരിച്ചൻ കുടുംബത്തിൻ്റെ ഒരു നല്ല ഉപദേശകനാകുക. വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ വികാരിച്ചൻ വീട്ടിലൊന്ന് വന്ന് കുടുംബ പ്രാർത്ഥനയെ പങ്കുചേരുക. വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കുടുംബം ഒന്നിച്ച് ആ വികാരിച്ചനൊന്ന് സന്ദർശിക്കുക. വികാരിച്ചൻ്റെ ആത്മീയ ഉപദേശമൊക്കെ ഒന്ന് കേൾക്കുക. എല്ലാ ദിവസവും നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ ആ വികാരിച്ചതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. ആ ഒരു ശൈലിയൊക്കെ നമ്മുടെ കുടുംബങ്ങൾ രൂപപ്പെട്ട് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. ബ്രദറെ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക്, നല്ലൊരു പങ്ക് പ്രേക്ഷകർക്കെങ്കിലും തോന്നുന്നൊരു കാര്യമുണ്ട്, കർത്താവെ ഇതുപോലെ നമ്മുടെ കുടുംബങ്ങളൊക്കെ ഒന്ന് ആയിത്തീർന്നിരുന്നെങ്കിൽ എന്ന് നിശ്ചയമായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് അങ്ങനെ തന്നെ തോന്നും. നമുക്കും പ്രാർത്ഥിക്കാം, നമ്മുടെ കുടുംബങ്ങളിലും ഇതുപോലെ ഒരു പ്രാർത്ഥനയുടെ ഒരു വലിയ ചൈതന്യം, നമ്മുടെ കുടുംബങ്ങളൊക്കെ, നമ്മുടെ തലമുറകൾ വിശ്വാസത്തിലും കർത്താവിനോടുള്ള ബന്ധത്തിലും ഒക്കെ വളരാൻ സെബാസ്റ്റ്യൻ ബ്രദറിൻ്റെ കുടുംബജീവിത അനുഭവങ്ങൾ, പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസവുമായി ചേർന്ന് നിൽക്കുന്ന ആ അനുഭവങ്ങളൊക്കെ നിശ്ചയമായിട്ടും നമുക്ക് വലിയൊരു പ്രചോദനമാണ്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചയിൽ അദ്ദേഹം സഭയ്ക്ക് വേണ്ടി, താൻ ചേർന്ന് ഉൾപ്പെട്ടിരിക്കുന്ന ഇടവകയ്ക്ക് വേണ്ടി, രൂപതയ്ക്ക് വേണ്ടിയൊക്കെ അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, ദൈവം അദ്ദേഹത്തെ നടത്തുന്ന വഴികൾ, ഇതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. അതുവരെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ബ്രദറെ, നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു.